ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോയിൽ നമ്മൾ എല്ലാം ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഗിവ് അവേക്ക് ഞാൻ കൊടുക്കുന്ന പ്രൈസാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. കിച്ചൺ സെറ്റ് അൺബോക്സ് ചെയ്ത വീഡിയോയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഗിവ് അവേയിൽ പങ്കെടുത്താൽ കിട്ടുന്ന പ്രൈസാണ് ഇത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അത് നിങ്ങളോട് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലൈവിൽ വെച്ചിട്ട് ഞാൻ പറയുന്നതായിരിക്കും. സൗണ്ട് ലൈവിൽ ഞാൻ പറയുന്നതായിരിക്കും. താല്പര്യമുള്ളവർ പങ്കെടുക്കാൻ എത്തുക. നിങ്ങൾ പങ്കെടുത്ത് വിജയികളാകും. 3 പേർക്കാണ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെയൊന്നുമില്ല, 3 പേർക്കാണ് സമ്മാനം കൊടുക്കുക. ഒരേപോലത്തെ 3 സെറ്റാണ് കിച്ചൺ സെറ്റ്. ആ സെറ്റ് എനിക്ക് കിട്ടിയ സെറ്റ് ഞാനിവിടെ അൺബോക്സ് ചെയ്ത് കാണിക്കുകയാണ്. സെയിം സെറ്റ് തന്നെയാണ് നിങ്ങൾക്കും ലഭിക്കാനിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പങ്കെടുക്കൂ, മത്സരത്തിൽ പങ്കെടുക്കൂ, വിജയികളാകൂ. നമുക്ക് വീഡിയോ കിച്ചൺ സെറ്റ് നമുക്ക് കാണാം. ഇതാണ് കിച്ചൺ സെറ്റിൻ്റെ പടങ്ങൾ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കാൻ ഗിവ് അവേക്ക് ഞാൻ പോയി എടുത്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു തിരക്കൊക്കെ ആയിരുന്നു. ഇനി ഫോൺ അടുത്തത് പോയി വാങ്ങാനുണ്ട്. ഇതാണ് കിച്ചൺ സെറ്റ്. ഞാൻ കത്രിക കൊണ്ട് അത് ഓപ്പൺ ആക്കിയപ്പോൾ അതിങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അൺബോക്സ് ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. ഇതാണതേ പടം കണ്ടില്ലേ, ഇതേ കണ്ടോ. അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ നമ്മൾക്ക് കിച്ചൺ സെറ്റ് ഞാൻ ഗിവ് അവേയുടെ ഭാഗമായിട്ട് കിച്ചൺ സെറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അതാണ് വന്നിരിക്കുന്നത്. ഇതാണ് കേട്ടോ ഐറ്റങ്ങൾ. ഇതാണ് അതേ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഐറ്റങ്ങൾ. അപ്പോൾ നമ്മുടെ കിച്ചൺ സെറ്റിൻ്റെ ഐറ്റങ്ങൾ നമുക്ക് ഒരു അൺബോക്സ് വീഡിയോ ആവാമെന്ന് കരുതി. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നമസ്കാരം. അപ്പോൾ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിരുന്നു. എൻ്റെ ഗിവ് അവേയിൽ ഞാൻ കൊടുക്കുന്ന കിച്ചൺ സെറ്റ് ഇന്ന് എന്നെ തേടിയെത്തി. ഇവിടെ ഐറ്റം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഗിവ് അവേക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് ഗിവ് അവേയുടെ പ്രൈസാണിത്. പക്ഷേ ഇതല്ല, ഇത് തന്നെ, ഈ സെറ്റ് തന്നെയാണ് ഞാൻ പ്രൈസ് കൊടുക്കുന്നത്. പക്ഷേ ഈ സെറ്റ് ഇതെനിക്ക് മാത്രം സ്വന്തമായ ഒരു കിച്ചൺ സെറ്റാണ്. അവർ ഗിവ് അവേ നടത്തുന്ന സെലീന പി എച്ചിന് ആദ്യം അവർ ഇപ്രാവശ്യത്തെ ഗിവ് അവേയുടെ സ്പോൺസർമാർ ആ സെലീന പി എച്ചിനുള്ള ഇതുകൂടി നമുക്ക് കൈവശം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 5 സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. 5 സെറ്റ് കൊണ്ടുവന്നതിൽ ഈ ഒരെണ്ണം എൻ്റേത് മാത്രമാണ് ഞാൻ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നത്. അതായത് നമ്മൾ മറ്റതൊക്കെ നമ്മൾ ഇത് അൺബോക്സ് ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുവാണ്. അപ്പോൾ നമുക്ക് ഐറ്റങ്ങൾ കാണാം. അപ്പോൾ ബാക്കിയുള്ള സെറ്റുകൾ നമ്മൾ പൊട്ടിക്കുന്നില്ല. അത് ഗിഫ്റ്റ് അടിക്കുന്നവർ, ഞാൻ പറയുന്ന റൂൾസ്, ഞാൻ പറയുന്ന നിബന്ധനകളെല്ലാം പാലിക്കുന്നവർക്ക് മാത്രമാണ് ഗിഫ്റ്റുകൾ കൈമാറത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഗിഫ്റ്റ് ആർക്കും കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഞാൻ പോകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യത്തെ ഇത് നമുക്കെടുക്കാം. ഇതൊരു കടായി ഫാനാണ്. അതായത് നമുക്ക് എല്ലാ സാധനങ്ങളും, നമുക്ക് അപ്പം, ദോശ ഒക്കെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല അടിപൊളി വെയിറ്റ് ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ. സെക്കൻഡ് വൺ നമുക്ക് നോക്കാം. ഇതൊരു എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നമ്മൾ ഇത് വാങ്ങിയ ഐറ്റം അല്ലല്ലോ, ഇത് നമുക്ക് പ്രൈസ്. രണ്ടാമത്തത് നമുക്ക് നോക്കാം കേട്ടോ. ഈ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ കയറ്റുന്നുണ്ട്. ഞാൻ പറയുന്ന റൂൾസുകൾ, ഞാൻ പറയുന്ന നിബന്ധനകളെല്ലാം ഫോളോഅപ്പ് ചെയ്യുന്നവർക്ക് മാത്രമാണ് പ്രൈസ് ഞാൻ നൽകുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ ഒരു ഗിവ് അവേയിലെ പ്രൈസ് ഞാൻ ഇത് നല്ലൊരു, നമുക്ക് കുറച്ചൊക്കെ പാലൊക്കെ വെച്ച്, നല്ല വെയിറ്റാണ് കേട്ടോ, ഭയങ്കര വെയിറ്റാണ് എന്തായാലും. അപ്പോൾ നമുക്ക് ഇത്തിരി പാലൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൈ പാനാട്ടോ ഇത്. അപ്പോൾ എന്തായാലും നമുക്ക് ഉപയോഗമുള്ള പാത്രങ്ങളാണെന്നാണ് എനിക്ക്
90% എനിക്ക് മനസ്സിലാകുന്നത്. കാരണം കിച്ചൺ സെറ്റ് എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് കുറേ മറ്റേ നമ്മുടെ കടായി പാനുകളായിരിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അല്ല, ഇത് ഓരോ ഐറ്റങ്ങളും ഓരോ വ്യത്യസ്ത തരം കമ്പനി പ്രസ്റ്റീജിൻ്റെ കമ്പനിയാണെന്ന് അവരെന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു. പ്രസ്റ്റീജാണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, പറയാൻ വാക്കുകളില്ല. നെക്സ്റ്റ് നമുക്ക് നോക്കാം, എന്താണെന്ന് നോക്കാം. ഇതൊരു കടായിയുടെ അടപ്പാണെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഇങ്ങനത്തത് എനിക്ക് വളരെ കുറവാണ്. കാരണം ഞാൻ എല്ലാം എനിക്ക് ചില്ലിൻ്റെയാണ് ഉള്ളത്. അപ്പോൾ ഇത് അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ പിന്നെ അടുത്തത് ഇതാണ് ഏത് നമുക്ക് കുറച്ച് താളിക്കാനും കുറച്ച് എല്ലാ സാധനങ്ങളും പ്രസ്റ്റീജ് കമ്പനി ആട്ടോ. എന്ത് വെയിറ്റാണ്, അടിപൊളി, ഒരു രക്ഷയുമില്ല. എന്തായാലും നല്ല വെയിറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് താളിച്ചൊഴിക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ പറ്റിയ നമ്മൾ കുറേ നാളായി ഞാനിതിങ്ങനെ വാങ്ങണം എന്ന് വിചാരിച്ച് ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ സ്വപ്നങ്ങൾ എന്തായാലും ആഗ്രഹം സഫലമായി. അപ്പോൾ ഇതെന്തായാലും അടിപൊളി, സൂപ്പർ. അപ്പോൾ അടുത്തത് നോക്കാം കേട്ടോ. അടുത്തത് ഇതിങ്ങനെ പൊട്ടിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇത് എൻ്റെ കൈ പൊള്ളിയിരുന്നത് നിങ്ങൾ കാണണ്ട. അവിടെ നല്ലൊരു കളറാണ്, നല്ല വെളുത്ത കയ്യിൽ ആ ഒരു പാട് വന്നതുകൊണ്ടേ. അപ്പോൾ ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. ഇതൊരു നല്ല കടായിയാണ് കേട്ടോ. നമുക്ക് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു കടായി, നല്ല വെയിറ്റാണ് കേട്ടോ, പറയാൻ വാക്കുകളില്ല, അടിപൊളി വെയിറ്റാണ്. അപ്പം അതിൻ്റെ അടപ്പാണ് നമ്മൾ ആദ്യം എടുത്തത്. ഇതാണ് അതിൻ്റെ അടപ്പ്. ഇത് അടിപൊളി സൂപ്പറാട്ടോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയുമില്ല, അടിപൊളിയാണ് കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉള്ളതായിരുന്നു ഇത്രയും നേരം നമ്മൾ എടുത്തത്. അടുത്തത് ഇതാണ് ദോശയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ അതിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല അടിപൊളി, എന്ത് വെയിറ്റാണ്. ഞാൻ അതിലാണ് ഇതെനിക്ക് ഏറ്റവും ഇഷ്ടം ആയിരിക്കുന്നത്. നല്ല വെയിറ്റാണ്. എനിക്കിങ്ങനത്തെ ഫ്രൈം പാനൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം കുറച്ച് മോശമായി തുടങ്ങിയായിരുന്നു. കുറേ എനിക്ക് ഫാത്തിമ മേഡം ഒക്കെ തന്നത്, ഒരുപാട് താങ്ക്സ് സലോൺ പറയുന്നുണ്ട്. ഇനി അടുത്തൊരു സെറ്റ് കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് എനിക്ക് വരുന്നുണ്ട്. അത് കിച്ചൺ സെറ്റ് എന്നല്ല, ഡിന്നർ സെറ്റാണ് അത് വരുന്നത്. പ്ലേറ്റ് അതിനുള്ള ഐറ്റങ്ങളാണ് വരുന്നത്. അപ്പോൾ അത് എന്നെ ഇന്നലെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കിവവയല്ല, അതെനിക്ക് അപ്പോൾ അവരുടെ ഷോപ്പിൽ വന്നപ്പോൾ മേഡം എനിക്ക് എല്ലാ പ്രാവശ്യവും തരുന്നതാണ്. ഞാൻ ഒരുപാട് താങ്ക്സ് സലോൺ, താങ്ക് യു സോ മച്ച് മേഡം. അപ്പോൾ എനിക്ക് ഡിന്നർ സെറ്റ് എന്നെ തേടി ഉടനെ. അപ്പോൾ നമുക്ക് ഇതെല്ലാം എടുത്തു വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇത് നല്ല വെയിറ്റുള്ള, നല്ല വളയാത്ത, നല്ല ബലമുള്ള ഒരു കടായിക്ക് തന്നേക്കുന്ന ഒരു കയ്യിലാണ് കേട്ടോ. നല്ലൊരു നമുക്കിങ്ങനെ കറിയൊക്കെ എടുക്കാൻ പറ്റിയ ഒരു കയ്യിലാണ്. അപ്പം നമുക്കെല്ലാം ഇവിടെ എടുത്തു വയ്ക്കാം. ഇതാണ് ഫസ്റ്റ് വൺ. അപ്പോൾ ഇതാണ് നമുക്ക് വന്നത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി, എനിക്കില്ലാത്ത ഒരൈറ്റമാണിത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഗിവ് അവേ എല്ലാവരും അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ലൈവിലായിരിക്കും അതിൻ്റെ റൂൾസ് ഞാൻ പറഞ്ഞു തരുന്നത്. ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നത് മസ്റ്റായിട്ട് ഞാൻ നോക്കും. കാരണം നിങ്ങൾ വന്ന് സപ്പോർട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു കിച്ചൺ സെറ്റാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിന് യാതൊരു വിധ പ്രചരണങ്ങളും അല്ല. പങ്കെടുക്കുന്നവരിൽ നിന്ന് 3 പേരെ ഞാൻ സെലക്റ്റഡ് ആക്കും. 3 പേർക്ക് ഈ സെറ്റ് നൽകും. ഇതേപോലത്തെ തന്നെ സെയിം സെറ്റായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഐറ്റങ്ങൾ കേട്ടോ. ഇനി ഇതിൽ കൂടുതൽ സെലീനയുടെ പൊട്ടിച്ച്, അപ്പോൾ ഇത് എനിക്ക് നമ്മുടെ ഗിവ് അവേ നമ്മൾ നടത്തിപ്പുകാർക്ക് കിട്ടുന്ന ഒരു പ്രൈസാണ് ഞാനിപ്പോൾ ഇവിടെ അലോൺസ് ചെയ്യുന്നത്. അലോൺസ് ചെയ്യുന്നതല്ല,
എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗിവ് എവേയുടെ റൂൾസ് ലൈവ് മസ്റ്റാണ്. ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരും ഞാൻ ഇടുന്ന സൗണ്ട് ലൈവിൽ വന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഗിവ് എവേക്ക് 3 പേർക്ക് ഈ സെറ്റ് കൊടുക്കും ഞാൻ. അതെല്ലാം ഞാൻ നോക്കും, അതിൽ ചോദിക്കും. ലൈവിൽ വെച്ചിട്ടായിരിക്കും ചോദ്യങ്ങളും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈവിൽ ആ ഗിവ് എവേ കാണുമ്പോൾ മാത്രം വന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പോകാൻ നിൽക്കരുത്. പക്ഷേ ജയിച്ച വിന്നർക്ക് നമ്മളിപ്പോൾ ഇന്ന് മാത്രം പങ്കെടുക്കാൻ വന്നതാണല്ലോ എന്ന് നമ്മൾ നോക്കില്ല. പക്ഷേ നിങ്ങൾ കഴിയുന്നത് സപ്പോർട്ട് ചെയ്യുക. ഇത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള കിച്ചൺ സെറ്റാണ് ഇത് കിച്ചൺ സെറ്റ് നല്ല ക്വാളിറ്റിയുള്ള കിച്ചൺ സെറ്റാട്ടോ. അത് ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുവാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇത് വളരെ വെയിറ്റാണ്. ഈ 5 സെറ്റാണുള്ളത്. 1 2 3 4 5 സെറ്റ്. ഈ കയ്യിലോട് കൂടി 6. ഇനി എനിക്കൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല. അടുത്തത് നെക്സ്റ്റ് വരുന്നത് ഈ കിച്ചൻ്റെ ഗിവ് എവേ കഴിഞ്ഞതിന് ശേഷം വരുന്നത്, നമുക്ക് നെക്സ്റ്റ് ടൈം വരുന്നത് വലിയ ഫോൺ 2 എണ്ണമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യൂ, നിങ്ങൾ ഗിവ് എവേയിൽ പങ്കെടുക്കൂ, നിങ്ങൾ പ്രൈസുകൾ സ്വന്തമാക്കൂ. എനിക്കത്രയാണ് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള താല്പര്യമുള്ളവർ മാത്രം ഗിവ് എവേയിൽ പങ്കെടുക്കുക, സമ്മാനങ്ങൾ കരസ്ഥമാക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കഴിഞ്ഞ നബിദിനത്തിൻ്റെയും അതുപോലെ ഓണത്തിനും ഞാനിവിടെ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്ന കുറേ വീഡിയോകൾ ഞാൻ റെഡിയാക്കി വിടുന്നുണ്ട്. ഒരു ലോങ് വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ അപ്ലോഡ് ആക്കുന്നതായിരിക്കും. കുറേ സമയങ്ങൾ വൈകിപ്പോയി, കാരണം ക്ഷമിക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സും എൻ്റെ ചാനലിൽ എൻ്റെ വ്ളോഗ് കാണുന്ന എല്ലാവരോടും 1000 സോറി പറയുന്നു. കാരണം എനിക്ക് പല അസുഖങ്ങളും തിരക്കുകളും ഒക്കെ കാരണത്താലാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ വന്നത്. ഉടനെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എല്ലാം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ എൻ്റെ ലോങ് വീഡിയോ ഇപ്പം ഞാൻ അപ്ലോഡ് ആക്കുന്ന ലോങ് വീഡിയോ കണ്ട് നിങ്ങളെല്ലാം കാണുക. എന്നിട്ട് നിങ്ങൾ വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നെക്സ്റ്റ് ടൈം നല്ലൊരു ഫോണാണ് അടുത്ത ഗിവ് എവേ. അതുപോലെ തന്നെ എനിക്ക് വേറെയും ഗിവ് എവേകൾ ഓർഡർ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോൺസർമാർ എന്നെ വിളിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്ത മാസത്തേക്ക്, നവംബറിലേക്കുള്ളത് എനിക്കിപ്പോൾ ഓർഡർ ആയിട്ടുണ്ട്. ഡിസംബറിലും 2 ഗിവ് എവേ ഉണ്ട്. അതിനുശേഷമുള്ള ഓർഡറൊന്നും വന്നിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക്സ് അലോൺ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പലരും ഉണ്ട്. നിങ്ങളോട് എല്ലാവരോടും ഒന്നേ എനിക്ക് പറയാനുള്ളൂ, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ. അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു, ഞാനിവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത്, എല്ലാ റൂൾസും പാലിച്ച് നിങ്ങൾ പങ്കെടുക്കുക, സമ്മാനങ്ങൾ കരസ്ഥമാക്കുക. ഇനി ഉടനെ ഒരു ലോങ് വീഡിയോ കയറുന്നതായിരിക്കും. ഓണം നബിദിന പരിപാടികൾക്ക് അനുബന്ധിച്ച്, അതുപോലെ ഓണസദ്യ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു ലോങ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നെക്സ്റ്റ് ടൈം നല്ലൊരു ലോങ് വീഡിയോയുമായി ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി. അപ്പോൾ ഇതുവരെ ചെയ്ത സപ്പോർട്ട് ഇനിയും തുടരുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ റൂൾസുകൾ പാലിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് സെലീന PH ഒരു കുഞ്ഞു ഫാമിലി ഇവിടെ പറഞ്ഞു പോകുന്നു. അപ്പോൾ നമുക്ക് സ്പ്രൈറ്റ് ഇത്തിരി കുടിക്കാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ, ബൈ.